ലാൽ സലാം ഛോട്ടാ മുംബൈ തരംഗം അവസാനിക്കുന്നില്ല. ആറാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും മിന്നുന്ന വേഗത്തിൽ തന്നെ കളക്ഷൻ ഉയരുന്നു. ഒപ്പം അഭിപ്രായവും. ജനങ്ങൾ ഈ ഒരു പെരുമഴയത്തും തിയേറ്ററുകളിലേക്ക് 4 ദിവസം കൊണ്ട് സിനിമ നേടിയത് 2,15,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. 5-ാം ദിനവും ചൊവ്വാഴ്ച മികച്ച രീതിയിൽ തന്നെയുള്ള കളക്ഷനായിരുന്നു. 35 ലക്ഷം രൂപയോളമാണ് 5-ാം ദിനവും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. കേരളത്തിൽ നിന്ന് 5 ദിവസം കൊണ്ട് 2,50,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഇന്നത്തെ കളക്ഷൻ നോക്കുമ്പോഴും മികച്ച രീതിയിൽ തന്നെയാണ്. 30 ലക്ഷം രൂപയോളമാണ് ഇന്നും സിനിമയ്ക്ക് കളക്ഷൻ വരിക എന്നുള്ളതാണ് പ്രഡിക്ഷൻ. അതായത് 2,80,00,000 രൂപയോളം ഇന്നുകൊണ്ട് സിനിമ എത്തുമെന്നുള്ളതാണ്. ഇതിനോടകം തന്നെ കേരള ഷെയർ 1 കോടിക്ക് മുകളിലെത്തി എന്നുള്ളതാണ്. ഛോട്ടാ മുംബൈ അക്ഷരാർത്ഥത്തിൽ വീണ്ടും ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കയറുന്ന കാഴ്ച തന്നെയാണ്. മോഹൻലാലിൻ്റെ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന വിജയ ചിത്രങ്ങൾ, അതായത് റീ റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും മുന്നിലേക്ക് കുതിക്കുകയാണ് ഈ ഒരു സിനിമ. ഇന്നും ആളുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നു. ഒരുപാട് ദിവസങ്ങൾ ഈ സിനിമ ഓടും. ഒരുപക്ഷെ റീ റിലീസ് ചിത്രങ്ങളുടെ പട്ടികയിൽ ഒരു തരംഗം സൃഷ്ടിക്കുന്ന ചിത്രമായി മാറും ഇത് എന്നുള്ളതാണ്. നമുക്കറിയാം, വമ്പൻ റിലീസായി വന്ന തഗ് ലൈഫിന് 5-ാം ദിനം വെറും 20 ലക്ഷം കിട്ടുമ്പോൾ ഇവിടെ അതിനു മുകളിലാണ് റീ റിലീസ് ചിത്രമായ ഛോട്ടാ മുംബൈക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നെഗറ്റീവ് റിവ്യൂസൊക്കെ വന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും ഒരു റീ റിലീസ് ചിത്രത്തിന് ഇത്രത്തോളം കളക്ഷൻ വരുമ്പോൾ ഒന്ന് താരതമ്യം ചെയ്തു എന്നുള്ളത് മാത്രം. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, വീണ്ടും തല ഇവിടെ കളക്ഷൻ കൊയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതെ, വരുന്ന ആഴ്ച കൊണ്ട് സിനിമ 4 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ജനപിന്തുണയാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഇന്നും ഹൗസ്ഫുൾ ഷോകൾ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. വമ്പൻ തിയേറ്ററുകൾ, അതായത് കേരളത്തിലെ വമ്പൻ തിയേറ്ററുകളിൽ നമുക്ക് ഹൗസ്ഫുൾ ഷോകൾ കാണാൻ കഴിയുന്നു ഒട്ടുമിക്ക ദിനങ്ങളിലും എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയുമുണ്ട്. എറണാകുളം കവിത, അതേപോലെ തന്നെ കണ്ണൂർ, തലശ്ശേരി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മിക്ക സ്ഥലങ്ങളിലും സിനിമയ്ക്ക് അമ്മാതിരി കൊടൂര തിരക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ആഘോഷിച്ചവരാണെങ്കിൽ ഒന്ന് പറയാം. പണ്ട് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒക്കെ പോയി കാണാം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.